അത് പരാതി കൊടുക്കണം, നിയമപരമായി ശാസ്ത്രീയമായ വാർഡുവിനം വേണമെന്നുള്ളത് നമ്മുടെ നാടിന്റെ ആവശ്യമല്ല, അങ്ങനെയല്ലേ പറ്റുള്ളൂ. അതല്ലാതെ അശാസ്ത്രീയമായി ഉപയോഗിച്ചെടുത്ത് അപ്പീലിന് പോകാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പീലും നിഷേധിച്ചാൽ കോടതിയായിരിക്കും ശരണം. ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇടപെട്ടിരുന്നു. കലക്ടറോടും ഉത്തരവാദപ്പെട്ട ആളോടും അവരുടെ സ്ഥലം സന്ദർശിക്കാൻ പറഞ്ഞ് ഞാൻ തന്നെയായിരുന്നു. ആ സ്ഥലം സന്ദർശിച്ചിട്ട് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. കാത്തിരുന്നതാണ്. ഒരു തർക്കവുമില്ല. ഞാനിപ്പോ ഈ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം പറയാനുള്ള ഒരു മൂഡിലല്ല. എങ്കിലും ഞാൻ പറയാണ്, അങ്ങനെ ഒരു മാധ്യമങ്ങളിലൂടെ വരുന്നതെല്ലാം ഇന്ത്യ മുന്നണിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാം. ഇത് ദേശീയ തലത്തിൽ ഒരു വലിയ കോസ്, BJPക്ക് എതിരായിട്ടുള്ള ഒരു കോസുമായിട്ട് വന്നതാണ് ഇന്ത്യ മുന്നണി. പക്ഷെ സംസ്ഥാനങ്ങളിലെല്ലാം പരസ്പരം മത്സരിപ്പം ഞങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയോട് ഒന്നിച്ചു നിൽക്കാൻ പറ്റുമോ? ബംഗാളിൽ TMCയും CPMഉം കോൺഗ്രസും ഒന്നിച്ചു നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും പാർട്ടികളുടേതായിട്ട് ഇൻട്രസ്റ്റുകൾ നടക്കുമ്പോൾ സ്വല്പം അസ്വാരസ്യം. ആം ആദ്മി പാർട്ടി ഞങ്ങളും ചിലപ്പോൾ ഒന്നിച്ചില്ല മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റക്കൊറ്റക്കായിരിക്കും മത്സരിക്കുന്നുണ്ടാവുക ഡൽഹിയിൽ. അപ്പോൾ അങ്ങനെ ചെറിയ അസ്വാരസ്യങ്ങളില്ലാതെ ദേശീയ തലത്തിൽ BJPയെ നേരിടുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങളുടെ ആരുടെ ഇടയിലില്ല. കൊച്ചു കൊച്ചു അവസരങ്ങൾ ഉണ്ടാവും ഈ മുന്നണിയിൽ, അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്നുവെച്ചാൽ സ്റ്റേറ്റുകളിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് ഇതെല്ലാം. അവരൊന്നും ഒരു മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയല്ല, ഒരു മുന്നണിയാണ്. അപ്പോൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ഉണ്ടാകും. അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും.